അനൂപ് രാഷ്ട്രീയ സിബി നേതാക്കന്മാർ മുഹമ്മദ്, ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് ദിവസം സിബി, ഇതിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഞങ്ങളുടെ എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തകന്മാരെ ഒരു നിലപാട് ബൂത്തുകളിൽ എന്താണ്? നിന്നും സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ UDF അനുകൂലമാണല്ലോ. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? ജോയിന്റ് കൗൺസിൽ പറയുന്നത് പൂർണ്ണമായിട്ടും ജോലി സമ്മർദ്ദം മാത്രമാണ് ഈ BLOയുടെ ആത്മഹത്യക്ക് പിന്നിലെന്നാണ്. അതേസമയം കോൺഗ്രസ് പറയുന്നത് ജോലി സമ്മർദ്ദം മാത്രമല്ല, CPMന്റെ സമ്മർദ്ദവും ഉണ്ട് എന്നാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? മഞ്ജുഷ്, ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇന്നലെ മരണമടഞ്ഞ അനീഷ് ജോർജിന്റെ കുടുംബത്തിനോട് ഞങ്ങൾ അനീഷ് ജോർജിന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബത്തിനോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്, ഇവിടെ ഇപ്പോൾ കേൾക്കുന്ന ചർച്ചകൾ ഇന്നലെ മരണപ്പെട്ട ഒരു BLOയുടെ മരണത്തെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട വളരെ വലിയ മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയമായ അവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം പഴിചാരാനുള്ള അവസരമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? 2002 വോട്ടർ പട്ടിക വെച്ചിട്ട് 2025 വോട്ടർ പട്ടികയുമായി കമ്പയർ ചെയ്തുകൊണ്ട് നവംബർ 4 ഡിസംബർ 4 ഇടയ്ക്കുള്ള 30 ദിവസം കൊണ്ട് ഓരോ ബൂത്തിലെയും 1500 വരെ വരാവുന്ന വോട്ടർമാരെ നേരിൽ കണ്ട് അവർക്ക് 2 ഫോമുകൾ വീതം വിതരണം ചെയ്ത് ഒന്ന് തിരിച്ചു വാങ്ങി ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കേണ്ടതും ഒന്ന് വോട്ടർക്ക് നൽകുകയും ചെയ്യുകയും ഒരു ഡിക്ലറേഷൻ ഉൾപ്പെടെ നൽകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു സാധാരണ ജീവനക്കാരനുണ്ടാകുകയാണ്, ഒരു BLOയ്ക്ക് ഉണ്ടാകുകയാണ്. പ്രോപ്പർ ട്രെയിനിങ് കിട്ടാതെ ഈ BLO ആയ നിയമനം കിട്ടിയ മെജോറിറ്റി ആളുകളും അപേക്ഷ കൊടുത്ത് BLOമാരായവരല്ല. ഡേറ്റാ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഇവരെ BLOമാരെ പോസ്റ്റ് ചെയ്തവരാണ്. ആ പോസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് പ്രോപ്പറായ ഒരു ട്രെയിനിങ് പോലും സത്യത്തിൽ ലഭിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ ജോയിന്റ് കൗൺസിലിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഏതാണ്ട് 1400 വോട്ടുള്ള ഒരു ബൂത്തിലാണെങ്കിൽ 2800 4200 ഫോമുകളുമായി വീടുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. അത് തീരപ്രദേശങ്ങൾ മുതൽ ഹൈറേഞ്ചിലെ ഇടുക്കിയും വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ വരെ ഈ BLOമാർ ഈ സെയിം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യസാധ്യമായ രീതിയിൽ എങ്ങനെ 30 ദിവസം കൊണ്ട് 1400 വോട്ടർമാരെ നേരിൽ കണ്ട് ഇത്തരം ഒരു വോട്ടർ പട്ടിക കറക്റ്റ് ചെയ്യുവാൻ ഒരു സാധാരണ ജീവനക്കാരന് കഴിയും എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒന്നാമത്തെ എന്റെ ചോദ്യം, വൈ ദിസ് ഹറി എന്നാണ്. എന്താണ് ഇത്ര വെപ്രാളം? എന്തിനാണ് ഇത്ര സ്പീഡ്? ഈ 4.5 വർഷം ഇവിടെ സമയമുണ്ടായിട്ടും നമ്മൾ എന്തിനാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ദിശയിൽ ഇത് കൊണ്ടുവന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 3 മാസം മാത്രം ബാക്കിയുള്ള ഒരു സമയത്ത് ഇത്തരം ഒരു പട്ടിക തയ്യാറാക്കുവാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ മെജോറിറ്റി ആളുകളെയും ഫീൽഡിൽ ഇറക്കി പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി നാം ഒന്ന് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും വോട്ടർമാരെ നേരിൽ കണ്ട് ഈ പട്ടികയും കൊണ്ട് പോകുമ്പോൾ 2002 വോട്ടർ പട്ടിക കൊണ്ടുപോകുന്നത്. 2002 വോട്ടർ പട്ടിക ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൈവശം നിലവിലുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നാം പത്രവാർത്തകൾ കണ്ടു. 2002 വോട്ട് ചെയ്ത 2002 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളുകൾക്ക് പോലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച 2002 വോട്ടർ പട്ടികയിൽ വോട്ടില്ല. ഈ 2002 വോട്ടർ പട്ടിക ആകെ ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ മാത്രമാണ്. BLOമാർക്ക് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുള്ള നൽകിയിട്ടുള്ള വോട്ടർ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സാധാരണ വോട്ടർ പട്ടികയിൽ അത് ഏത് മണ്ഡലം, ഏത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഏത് ബൂത്ത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വരെ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ BLOമാർക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ 2002 വോട്ടർ പട്ടികയിൽ അത്തരം യാതൊരു വിവരങ്ങളും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് വോട്ടർ പട്ടികയിൽ കാണപ്പെടുന്നത്. സാധാരണ ഒരു വീട്ടുപേരിനോട് ചേർന്ന് ആ കുടുംബനാഥനോടൊപ്പമായിരിക്കും ആ കുടുംബാംഗങ്ങളുടെ എല്ലാം പേര് വോട്ടർ പട്ടികയിൽ സാധാരണ കാണാറുള്ളത്. അങ്ങനെയുള്ള അവസരത്തിൽ അത് വേഗം നോക്കി പരിശോധിച്ച് അവർക്ക് അത് കൊടുക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചുള്ള 2002 വോട്ടർ പട്ടികയിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. പല ആളുകളുടെയും പേരുകൾ പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇത് പരിശോധിച്ച് കണ്ടെത്തണമെങ്കിൽ തന്നെ ഒരുപാട് സമയം ആവശ്യമാണ്. മാത്രമല്ല, ഈ ഫോമുകൾ കൊടുത്തപ്പോൾ ആദ്യം ഇവിടെ പറഞ്ഞാണത് ഒരുമിച്ച് ഈ ഫോമുകൾ വിതരണം ചെയ്തില്ല. ആദ്യം 300 ഫോമുകൾ, പിന്നെ 800 ഫോമുകൾ, പിന്നെ ബാക്കിയുള്ള ഫോമുകൾ എന്ന നിലയ്ക്ക് 3 ഘട്ടമായി കൊടുത്തു. ആദ്യം 300 ഫോം കൊടുത്തു. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ അതിനകത്ത് ഫോമുകൾ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് ഫോം വന്നപ്പോൾ അവിടുത്തെ മകൾക്കോ മകനോ അവിടുത്തെ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ വോട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോം വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരേ വീട്ടിലേക്ക് തന്നെ മിനിമം 4 തവണ ഒരു BLO പോകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാകുകയാണ്. എങ്ങനെ മാനസിക സമ്മർദ്ദം ഉണ്ടാകാതിരിക്കും? അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസം കൂടുമ്പോൾ തന്നെ അവർക്ക് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ ഇവരോട് ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ്. മാക്സിമം ഫോമുകൾ എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുവാൻ ഇവരുടെ മേൽ പ്രഷർ ഏറുകയാണ്. ഇവരെങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? നേരത്തെ ഇവിടെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാര് ഇവരെ സഹായിക്കണമെന്നും ഓരോ ബൂത്തിലെയും BLAമാരെ ഒരുമിച്ച് ചേർന്നിട്ട് BLOമായി ചേർന്ന്
വീടുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും പറഞ്ഞു. നേരത്തെ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു ബൂത്തിലേക്ക് ഒരു BLO നിയമിക്കപ്പെടുമ്പോൾ ആ സെയിം ബൂത്തിലുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വീടുകളും കാര്യങ്ങളും. പക്ഷെ BLA-മാരെ കൊണ്ടുപോകുന്നതിൽ തർക്കം വരികയാണ് ശ്രീ സിബി. അല്ല, അത് അതാണ് എല്ലാ ഇവിടെ ഇപ്പോൾ പാർട്ടികളും സംഭവിച്ചത്, നിശ്ചയിച്ചിട്ടുള്ള പയ്യന്നൂരിൽ അല്ലല്ല, സംഭവിച്ചത്. അത് എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടികളും പാർട്ടി പറയും അത് നിശ്ചയിച്ച CPM ആണ്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളെ കൊണ്ടുപോകരുത്, അല്ല, കൂടെ മഞ്ജുഷ്, അതിനകത്ത് കൊണ്ടുപോകരുത്. പറയുന്നുണ്ട്. അതെന്തിനാണ്? എല്ലാ രാഷ്ട്രീയ ഈ വ്യാജ പാർട്ടികളുടെയും വോട്ടുകൾ കണ്ടുപിടിക്കും എന്നതുകൊണ്ടാണ്. അതിലേക്ക് താങ്കൾ വരുന്നില്ലല്ലോ. അതാണ് അല്ല, കോൺഗ്രസ് മഞ്ജുഷ്, ഞാൻ ആരോപണമായി പറയട്ടെ, എല്ലാ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ SIR-നെ എതിർക്കുമ്പോഴും എല്ലാ കോൺഗ്രസിന്റെ ആരോപണം അതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർദ്ദേശിച്ച BLA-മാരുടെ യോഗം BLO-യുടെ നേതൃത്വത്തിൽ കൂടി അവിടെ നിന്ന് ഇത് സഹായം സ്വീകരിച്ചു പോകണമെന്ന് തന്നെ പറയുന്നുണ്ട്. ഒരു BLO പോകുന്നത് എന്തിനാണ്? ഒരു BLA എന്തിനാണ് കൂടെ പോകുന്നത്? ഒരു വീട് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ശരിയാണ്, അത് മനസ്സിലായി. ശ്രീ രഞ്ജിത്ത്, ഇത് ഈ ഇത്രയും ധൃതി വെച്ച് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിന് മറുപടി നൽകേണ്ടത്. ഇത് മനുഷ്യ സാധ്യമല്ലാത്ത കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു BLO-യ്ക്ക് ഇത്രമാത്രം വക്പക്ഷ പറ്റുകയില്ല. അവർക്ക് വേണ്ടത് പരിശീലനം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഇത് ചെയ്തേ തീരൂ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവർ സമ്മതത്തിന് അടിമപ്പെടും. അതിനിടയ്ക്ക് ഈ രാഷ്ട്രീയ ആരോപണം വരുന്നത് അത് അതിനേക്കാൾ മുകളിൽ തന്നെയാണല്ലോ ഈ പറയുന്ന വക്പക്ഷ എന്ന് പറയുന്ന ജോലി സമ്മർദ്ദം. അല്ല, അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. കാരണം ഒരു പൊതു തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്, നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. അപ്പം നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതീതി എന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും ഒരു BLA-മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നടത്തണം എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സമ്മർദ്ദം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ സമ്മർദ്ദം എന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നോട്ട് നിരോധനം വന്നു. BJP-യുടെ BLA-മാർ ഉണ്ടാവാറില്ല, നിങ്ങളുടെ BLA-മാർ പോകാറുണ്ടോ ഇവരുടെ കൂട്ടത്തിൽ? ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തിരക്കായതിനാൽ നിങ്ങളുടെ പ്രതിനിധികൾ പോകാറുണ്ടോ? ഞങ്ങൾ BLA-മാർ പോകാറുണ്ട്. പോകാറുണ്ട്. ഞങ്ങളുടെ BLA-മാരെ വിടാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സമയമായതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതിനാൽ BLA-മാരെ വിടുവാനുള്ള അസൗകര്യം അവർക്കും ഉണ്ടാകും. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റിവെക്കണം എന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിലൊരു കാര്യം ഇതാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് BLA-മാരെ അയക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ BJP-ക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ഏജന്റുമാർ പോകുന്നുണ്ട് എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ അനീഷ് ജോർജിന്റെ കൂടെ നിങ്ങളുടെ BLA-മാർ പോയിട്ടുണ്ടായിരുന്നോ എവിടെയെങ്കിലും? കണ്ണൂർ പോയിട്ടുണ്ട്. ഞങ്ങൾ കണ്ണൂരൊക്കെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ BLA-മാരെ പോയിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ BLA-മാരെ അയക്കാൻ ആളുകളില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ പയ്യന്നൂർ നിയോജകമണ്ഡലം പോലെ സ്ഥലങ്ങളിൽ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ പ്രതിനിധികളും CPM പ്രതിനിധികൾക്കും കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവിടെ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒറ്റയ്ക്ക് ഒരു BLA-യോടെ പോകാൻ സാധിക്കുന്നത് തന്നെ അത് സാധിക്കാത്ത കാര്യമാണ്. കാരണം അവരൊരു കാരണവശാലും അനുവദിക്കില്ല. CPM ഇതേപോലത്തെ നിയമങ്ങളൊന്നും തന്നെ CPM കേന്ദ്രത്തിൽ അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർ ലിസ്റ്റ് പരിഷ്കരണം മാത്രമൊന്നുമല്ല, വോട്ട് ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല. ജനാധിപത്യത്തെക്കുറിച്ച്, വോട്ടവകാശത്തെക്കുറിച്ച് എല്ലാം തന്നെ വാചോരാതെ സംസാരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ പറയുന്നത് BLA-മാർക്ക് സമ്മർദ്ദമില്ല എന്നാണ് അല്ലേ? ഈ പറയുന്ന കാലാവധിക്കുള്ളിൽ തന്നെ എല്ലാ വീടുകളിലും കയറി എന്യൂമറേഷൻ ഫോം കൊടുത്ത് അവ ഫില്ല് ചെയ്ത് വാങ്ങി അവരുടെ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നിങ്ങളുടെ നിലപാട്, BJP-യുടെ നിലപാട്. മറ്റ് UDF-നും LDF-നും ആ നിലപാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ജില്ലാ കളക്ടർ തന്ന ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പറഞ്ഞില്ലേ, ശരാശരി സംസ്ഥാന ശരാശരി 91.26%. പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം 84.3 പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 22.54% ശേഷിക്കുന്ന ജോലി ഭാരമുള്ള ഈ പ്രത്യേകത എന്നാണ് പറഞ്ഞത്. അതായത് ഇദ്ദേഹം കൃത്യമായ കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, ശ്രീ സജീവ്, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കാലതാമസം വന്നിട്ടില്ല എന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, ഈ BLA-യുടെ കാര്യം മാത്രമല്ല, മറ്റ് BLA-മാരുടെ കാര്യവും അദ്ദേഹം പറയുന്നത് അങ്ങനെ തടസ്സം വരുന്നില്ല എന്നാണ്. അപ്പോൾ ജോലി സമ്മർദ്ദമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കളക്ടർ എടുത്ത നിലപാട് നമ്മുടെ മുന്നിലെല്ലാം ഉണ്ട്. സ്വാഭാവികമായും ഈ കണ്ണൂർ ജില്ലാ കളക്ടറുടെ നിലപാട് ഇതിനകത്ത് നിങ്ങൾ ഒരു പൊതുവായ നിലപാടായി കണക്കാക്കരുത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് പച്ചക്കള്ളമാണ്. അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെയും കണ്ണൂരിലെ കളക്ടർ പറഞ്ഞതുമായ പെർസെന്റേജ് എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, കാസർഗോഡ് ജില്ലയിലെ ഒരു N ശ്രീജ എന്ന് പറയുന്ന ഒരു BLO വഴിയിൽ ഈ ഫോം കൊടുത്തു പോകുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീണിട്ടുണ്ട്.
അത് നിങ്ങൾ പരിശോധിക്കപ്പോൾ ഇവർ പറയുന്നു 95% ഫോറം വിതരണം ചെയ്തു കഴിഞ്ഞു എന്ന്. എന്താണെന്നറിയോ, ഇവർ പറഞ്ഞത് ഇന്നലെ വിതരണം ചെയ്ത് തീരാത്തവർ അത് സ്കാൻ ചെയ്ത്, ഇതിനകത്തൊരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത ശേഷം അത് വിതരണം ചെയ്തതായി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു ഡാറ്റ. അങ്ങനെയാണ് കേരളത്തിലെ BLOമാർ മുഴുവൻ അത് അപ്ലോഡ് ചെയ്ത് ഈ 95% ഇവർ കാണിച്ചത്. ഞങ്ങൾ ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി ചീഫ് ഇലക്ടറൽ ഓഫീസറെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് തെളിയിക്കാമോ? ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും പരാതിയില്ലേ? എത്ര വീടുകളിൽ ഇത് എത്താതെ ഇരിപ്പുണ്ട്? ഇപ്പോഴും ഫോറം എത്താത്ത വീടുകളുണ്ട്. ആ ഫോറം എത്താത്ത വീടുകളിലുള്ളവർക്ക് വോട്ട് ചെയ്യണ്ടേ? അപ്പം ഇന്ന് മുതൽ BLOമാർ ഈ ഫോറം കൊടുക്കുകയും വേണം, ഇത് തിരികെ വാങ്ങുകയും വേണം. വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇവർ. NGO സംഘിന്റെ BJPയുടെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ NGO സംഘുകാരോട് വിളിച്ച് ചോദിച്ചാൽ മതി. NGO സംഘ് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ BLOമാരുടെ മേലിൽ അമിതമായ ജോലി സമ്മർദ്ദമുണ്ട്, അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BLOമാരുടെ മേലിലുള്ളതിനേക്കാൾ ജോലി സമ്മർദ്ദമാണ് കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഈ BLOമാരെ സൂപ്പർവൈസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ജില്ലാ കളക്ടർമാരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ 11-ാം തീയതി വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടിയല്ല, വകുപ്പ് തല നടപടിയല്ല ഈ BLOമാർക്കെതിരെ എടുക്കേണ്ടത്, ഇവരെ ക്രിമിനൽ കേസിൽ പ്രതികളാക്കണം. ഇതിനെന്ത് പ്രതിനിധിയാണുള്ളത് ശ്രീ സജീവ്? ഇതിനകത്ത് എന്തായാലും ചെയ്തേ തീരുകയുള്ളൂ. കോടതി പോലും ഇതുവരെ കനിഞ്ഞിട്ടില്ല. എന്തായാലും നടപ്പിലാക്കിയേ പറ്റൂ SIR. കോടതി പോലും കനിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് മാർഗമാണുള്ളത്? അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ കുറേയേറെ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സ്ഥിതിയാണോ ഉള്ളത് ഇപ്പോൾ? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കുറേയേറെ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോകും.